ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ്. ബീഫും മുട്ടയും കൂടെ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ആദ്യം പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം പാൻ ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ നമുക്കിനി ചെയ്യാനുള്ളത് നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഓംലെറ്റില്ലേ, ആ ഓംലെറ്റ് ഉണ്ടാക്കുക. ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചട്ടി നമ്മൾ മുഴുവനും ചൂടാക്കേണ്ടത്. ചൂടാക്കിയിട്ട് ആ പാനിൻ്റെ ചുറ്റിനും എണ്ണ നമ്മൾ ഒഴിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംലെറ്റിൻ്റെ ഫുൾ ഭാഗവും ചട്ടിയുടെ ചുറ്റുമായിട്ട് അങ്ങനെ പരന്ന് വരണം. അതിനകത്ത് നമ്മൾ സാധാ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ സവാളയും പച്ചമുളകും പിന്നെ കറിവേപ്പില ഒക്കെ ഇടാം. വേറെ സാധനങ്ങളൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ മുട്ട കൂടുതലെടുക്കണം. അതിനകത്ത് ഇടുന്ന സാധനങ്ങളുടെ അളവ് കുറയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ടി മൊത്തത്തിൽ മുട്ട ഇങ്ങനെ പടർന്നു വന്ന് നമുക്കൊരു നൈസ് ദോശ പോലത്തെ പാകത്തിന് എടുക്കണം. നമ്മൾ അതിനകത്ത് സ്റ്റഫ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിനങ്ങനെ നമ്മൾ ചൂടായിരിക്കുമ്പോൾ തന്നെ നമ്മളതിനെ മൊത്തത്തിൽ ഇത് ആയിട്ടെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യാനുള്ളത്, ഞാനിപ്പോൾ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബറോട്ടയോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ആ ബ്രെഡാണെങ്കിൽ ഒന്ന് നമ്മൾ ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം നമ്മൾ പാൻ എടുത്ത് മുട്ടയുടെ മുകൾ ഭാഗം വേകാൻ വേണ്ടി അവിടെ ഒലിച്ചിങ്ങനെ സൈഡിലൊക്കെ കിടക്കുന്നതിനെടുത്ത് മൊത്തത്തിലൊന്ന് പാൻ കൊണ്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോഴേ വേവുള്ളൂ. കാരണം നമ്മൾ മടക്കിയിടാൻ കൂടെ വേണ്ടിയാണ്. അതിനു വേണ്ടിയാണ് പറഞ്ഞത്. നമ്മൾ അതിന് ശേഷം മുട്ടയുടെ മുകളിലായിട്ട് ബ്രെഡ് വയ്ക്കുക. ഞാൻ ബ്രെഡിനെ നെയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മൊരിച്ചിട്ടുണ്ട്. കാരണം അത് സ്റ്റിഫാകാൻ വേണ്ടിയാണ്. എന്നിട്ട് ആ ബ്രെഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഉള്ളത് ഇടുക. മല്ലിയിലയും ഇടണം, മസ്റ്റായിട്ട് ഇടണം. എന്നാലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. അല്ലാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ടൊമാറ്റോ അരിഞ്ഞ 2 കഷ്ണങ്ങൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെയും നമുക്ക് വേണമെങ്കിലും ഇതിൻ്റെ മുകളിലും കൂടെ ചീസ് ഇടാം. ചീസും കൂടെ വന്നാൽ ഭയങ്കര സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ബീഫ് കറി വെച്ചിട്ടുണ്ട്. കറിയായിട്ട് ഇതിപ്പോൾ കുറച്ച് ചാറായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇന്നത്തേക്ക് വെച്ചതാണ്. അപ്പോഴാണ് പെട്ടെന്നൊന്ന് റോസ്റ്റ് ഉണ്ടാക്കാൻ തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഇത് കുറച്ച് മാതളത്തിൻ്റെ കുരുവാണ്. അത് ഇടയ്ക്ക് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അതിൻ്റെ ഇതും കൂടെ നിങ്ങളൊന്ന് ഒരു ദിവസം ഉണ്ടാക്കി നോക്ക്. എളുപ്പത്തിൽ ഭയങ്കര ഇത് ഹെവിയാണ്, വയറ് നിറയും. നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും പറ്റിയതാണ്. പ്രോട്ടീൻ റിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. സൂപ്പറാണ്. ഇതിലൊക്കെ മല്ലിയില ഇട്ടാൽ നല്ലതാണ്. അതിന് ശേഷം ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ 4ആയിട്ട് മടക്കുക. ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ പച്ചവെള്ളം ഒഴിച്ചു. അതിങ്ങനെ ഇളകി വരുന്നതിൻ്റെ കാരണം. സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റായിട്ട് വരും. ഇതിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നെന്ന് തോന്നുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മടക്കി അടച്ചു വയ്ക്കുക. അപ്പോൾ അകത്ത് വേകാത്ത മുട്ടയും കൂടി ആ സമയത്ത് അത് വേകും. കുറച്ചുകൂടെ നല്ലതായിട്ടൊക്കെ ഉണ്ടാക്കാൻ കേട്ടാ. ഞാനിന്നിപ്പോൾ ഇത് ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് എടുക്കാമെന്ന് ഞാൻ ഓർത്തതല്ലേ. ഇന്ന് ബീഫ് കറി വെച്ചതാണ്. മറ്റത് ബീഫ് കുറച്ച് പറ്റിച്ച് വയ്ക്കുക. വെള്ളം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, പറ്റിച്ച് വയ്ക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. മല്ലിയില എന്തായാലും ഇടണം കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്. എന്നിട്ട് അതിനെ മറിച്ചിടുക. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടച്ചും കൂടെ വയ്ക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അകത്ത് വേവില്ല. നമ്മൾ ഒഴിച്ച് മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ അകത്ത് വേവാൻ താമസം തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് അടച്ചു വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഒരു പ്ലേറ്റിലായിട്ട് എടുക്കാം. ഇനി പ്ലേറ്റിലോട്ട് എടുക്കുമ്പോൾ ഒടിഞ്ഞു പോകണ്ടല്ലോ എന്നോർത്തിട്ടാണ് ഞാൻ രണ്ടാമതിപ്പം പ്ലേറ്റിലോട്ട് തിരിച്ച് അതിനിങ്ങനെ ഒരുമിച്ച് തട്ടുവാണ്. അപ്പോൾ കറക്റ്റായിട്ട് കണ്ട് ഇളകിപ്പോകുന്നു. അത് മുട്ടയ്ക്ക് ഭയങ്കര സോഫ്റ്റായിപ്പോയി. 1 സ്പൂൺ വെള്ളം ഒഴിച്ചുണ്ടാക്കിയതുകൊണ്ടാണ് അത് സോഫ്റ്റായിട്ട് വരുന്നത്. ഇനി ഞാൻ ബാക്കിയും കൂടി നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇനിയിരിക്കുന്ന ബ്രെഡും കൂടി ഞാൻ അതുപോലെ ഒന്ന് ഉണ്ടാക്കട്ടെ. കണ്ടോ ഗേസ്, സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഒരു ആമാന്തം വിചാരിക്കരുത്. എളുപ്പമാണ്, നല്ല എളുപ്പമാണ്. വീട്ടിൽ ബീഫ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം.